രേഖ രമേശ്. ഹായ്. അനിയത്തി എന്നാ ചോദിച്ചത്. അപ്പൊ ഞാനല്ലേ ഇവിടെ? എന്താ രേഖ രമേശ് അനിയത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനല്ലേ ഇവിടെ? ഹായ് അനിയത്തി. ഹായ് ഹായ് ചേച്ചി. പേര് വന്നിട്ട് ചോദിക്കാം. രമ്യ. എനിക്കറിയാം, ഓർമ്മയുണ്ട്. രമ്യ. വീണ്ടും തെറ്റി. വീണ്ടും തെറ്റി. തെറ്റി. രേഷ്മ. രേഷ്മ. അതല്ല രമ്യല്ല, രേഷ്മ. എന്താ കാര്യം ഉണ്ടായിരുന്നത്? Guys, അത് എന്നും വന്നിട്ട് ഞാൻ വേറൊന്നുമല്ല. തെറ്റിക്കേണ്ട കാര്യമുണ്ട്. അല്ല, അത് വേറൊന്നും അല്ല ചേച്ചി. എനിക്ക് എന്റെ കൂടെ ഒരു ചേച്ചി ചേച്ചി എന്നുള്ള രീതിയിൽ തന്നെ എനിക്കൊരു ഞാൻ HDC പഠിക്കുമ്പോൾ അറിയാലോ. HDC എന്ന് പറയുമ്പം 40 വയസ്സ് തൊട്ട് 40 വയസ്സിനുള്ളിലുള്ളവരുടെ ഒരു ക്വാളിഫിക്കേഷൻ, 40 വയസ്സിനുള്ളിലുള്ളവർക്ക് പഠിക്കാനുള്ളതാണ്. അപ്പം എന്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ആ ചേച്ചിയുടെ പേര് രമ്യ എന്നാണ്. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു സ്വന്തം സിസ്റ്ററിനെ കണക്ക് തന്നെയായിരുന്നു. അപ്പൊ എപ്പോഴും അങ്ങനെ വിളിച്ച് 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 പെട്ടെന്ന് എനിക്ക് ആ ഒരു പേരാണ് 6 വയസ്സിന് പ്രൊനൗൺസ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഷോ 4 വേണ്ടിയിരുന്നില്ല. ചുമ്മാതെ കേട്ടാ, ചുമ്മാതെ മറന്നു പോണത്. വേണ്ടിയിരുന്നില്ല, ഒന്നും വേണ്ടിയിരുന്നില്ല. നീ ഈ ലൈവ് വരുമ്പോ മാത്രമല്ല നീ വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ നീ വെള്ളം കുടിക്കത്തില്ലേ? ആര് പറഞ്ഞു? ചുമ്മാ. എന്ത് ചുമ്മാ? ചുമ്മാ. ആരാ? അതാ എന്താ ഞാൻ ഇവിടെ? പറയാം, ചുമ്മാ പറയണത്. ആരാണ് അവിടെ? അവൾക്ക് ഞാനാണ് പറയിലോ അവിടെ. പോലെ സത്യം പറയാം, അല്ലാതെ ഒന്നുമില്ല. ഒന്നും ആർക്കാണ്? മനസ്സിലാവുന്നില്ല. ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. അത് ജഗബുക ജഗബുക. മറയുണ്ട്, ഞാൻ പറഞ്ഞ മറയുണ്ട്. അവൾക്ക് പറയുന്നുണ്ട്. ചുമ്മാ ഉണ്ട്. പറഞ്ഞത്. അക്സെപ്റ്റ് ചെയ്യുന്നു. അവളിപ്പോ പറഞ്ഞ മറവിയുണ്ട്. മൊത്തം കള്ളമാണ്. അയ്യടാ, അതൊന്നും കള്ളൊന്നും അല്ല. ഏഹ്, ഞാൻ പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഒരു എമ്മി എന്ന് ചേച്ചി ഉണ്ട്. ഇവിടെ മാവിൻ്റെ വീട്ടിലുള്ളതാണ്. പൊക്കോണം കേട്ടില്ലേ? പാവമാണ് ആ ചേച്ചി. അപ്പൊ ആ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോണം. മുഖത്ത് പറയണത്. അല്ല, ആ ചേച്ചി കാണാൻ ചാൻസ് കുറവാണ്. ചേച്ചി ഇപ്പൊ ജോലിക്ക് പോയിരിക്കും. എനിക്ക് ഇവിടെ ജോലി ഇല്ലാത്തത്. എനിക്കുണ്ട്. എവരി 15 മിനിറ്റ്സ് ഞാൻ മറക്കും. ഓക്കെ, ഞാൻ മറക്കും. നീ ഓ, ലൈവിൽ അത് തന്നെ സ്റ്റേ സഞ്ജയ് രാമസ്വാമി. ചെയ്യുക. അത് സഞ്ജയ് അല്ല രാമസ്വാമി വേണ്ട മറക്കുന്നത്. ഇവിടെ വന്ന് ടാറ്റ അടിച്ച് വെച്ചാ മറക്കത്തില്ല. ചേച്ചി ഈ ആര്- ഏരിയയില് ആരേല് വരൂല. വരൂല. ചേച്ചി ഈ ഏരിയയിലെ വരൂല. ചേച്ചി ഏരിയയിലേ വരൂലാന്ന് അങ്ങനെയൊക്കെ പറ. എന്നാ എങ്ങനെയൊക്കെ ഇപ്പോ പറയാ? ഇങ്ങനെയൊക്കെ പറ. ഗോകുലെണ്ണ എങ്ങനെയൊക്കെ ഞങ്ങൾ പറ. നൈറ്റ് വിളിക്കും, നൈറ്റ് ലൈവ് ടുഗദർ ആ, ഇടും. ഉറപ്പായിട്ട് ജോയിൻ ചെയ്തിരിക്കണം. ഒരു 10 മിനിറ്റ് നീ എങ്കിലും ചെറിയ ചെറിയ ഉണ്ടായിരിക്കും. രീതിക്ക് കേക്ക് കട്ടിങ് കണ്ടടിയാ. അവിടെ നീ ഇവിടെ ചെറിയ പോവല്ലേ? രീതിയിലൊരു കേക്ക് കട്ടിങ് ഉണ്ടെന്ന് ഇവര് പറയുന്നു. സ്പോൺസർ ആരാന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ ഇവിടെ കേറിക്കോണം. വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ മുടിക്കും. ഞാൻ ഞാൻ ഇവിടെ ഇവിടെ വരൂ വരാറുണ്ടോ? ഓ, വരാറുണ്ടോ? വരാറുണ്ടോ? കേക്കോ? എന്ത്? കേക്ക് എന്താ? എന്താ? ഞങ്ങളുടെ 10K എന്താ ഫാമിലി മറന്നുപോയി. ആയതുകൊണ്ട്. ആ മറന്നുപോയി ശരിയാ, തന്നെ. അതല്ലേ വൻ മറന്നു. ചുറ്റി മറന്നു എന്ന് പറഞ്ഞ ടൈം 8 ടൈം മണിക്ക് ഒരു ശേഷമായി. 8 മണി ശരി, അല്ലെങ്കിൽ 8:15 കൂട്ടിക്കറി. എന്തായാലും ഞങ്ങൾ വിളിക്കും. അപ്പം ആ സമയത്ത് കേറാൻ നോക്കുക. എന്ത് കാര്യം? എന്താ കാര്യം? ഞങ്ങളുടെ പഴയ ലൈവ് വീഡിയോ എടുത്ത് കാണുകയാണെങ്കിൽ കുട്ടിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ അത് പോയി വാച്ച് ചെയ്യുക. ലൈവിലുള്ളവരെല്ലാം ഒന്ന്. ആരെ അവന്റെ ബർത്ത്ഡേ? ബർത്ത്ഡേ ആണ്. എന്റെ ബർത്ത്ഡേ. നീ എന്റെ ആദ്യം ബർത്ത്ഡേ. ലൈവ് പോയി കാണടാ. നീ കാണ് എന്താ നീ പറ. ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ കമന്റ് ചെയ്യണേ. ലാൽകൃഷ്ണൻ ബ്രോ വന്നായിരുന്നു. അങ്ങനെ പോയോ? നേരത്തെ വന്നായിരുന്നു. എന്ത് പറഞ്ഞ? ഹായ് ഇട്ടിട്ട് പോയി. ഹായ് ഇട്ടിട്ട് പോയല്ലോ. തിരക്കായിരിക്കും. ബിസിനസ് ഒന്നും ഒക്കെ അല്ലേ? ഓർമ്മയില്ല. തിരക്കായിരിക്കും. ഓർമ്മിക്കാതിരിക്കുന്നത്. ഇന്നലെ ബജ്ജി വാങ്ങാനായിട്ട് എനിക്ക് 100 രൂപ ഇട്ട് തന്നായിരുന്നു ഒരാൾ. എനിക്ക് ബജ്ജി എന്റെ കൈകളിൽ എത്തിയിട്ടില്ല. പച്ചയൊക്കെ മേടിച്ച് തരാടി. ബജ്ജി വേണമെങ്കിൽ ഡയറി മിൽക്ക് മതി. ഡയറി മിൽക്ക് ഗോകുലെണ്ണ അന്ന് വാങ്ങി ഡയറി മിൽക്ക് മേടിച്ചോട്ട് തരും എനിക്ക്. അവിടെ നിന്നൊക്കെ എങ്ങനെ മേടിച്ചോണ്ടിരുന്നു? സഞ്ജയ് മുൻപ് ലൈവ് കാണുന്നു. അത് തന്നെ, സഞ്ജയ് മുൻപത്തെ ലൈവ് കാണും. പോയി കാണുക സഞ്ജയ്. അതാണെങ്കിൽ ഇപ്പൊ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. എനിക്കിനെ വെയിറ്റ് ഗൈസ്. എന്താണ് ഞാൻ പറയാൻ വന്നത്? സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയോ പറയുന്നത്. പരസ്പരം ബന്ധമില്ലാത്ത പല കാര്യങ്ങളാണ് ഈ ലൈവിൽ പറയുന്നത്. സോ അതുകൊണ്ട് നിനക്ക് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. നീ കഴിഞ്ഞ ലൈവ് പോയി കണ്ടിട്ട് വരിക. ഓക്കെ? എന്റെ കൽപ്പന എന്റെ കണ്ട് കൽപ്പന കണ്ട ആയിരുന്നു.